2000 ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. എൻ്റെ വീട്ടിൽ ഒത്തിരി കാറും ഒക്കെ ഉണ്ടായിരുന്നു. കോട്ടത്തൊരു വലിയ വീടൊക്കെ ചുങ്കത്തുണ്ടായിരുന്നു. അന്ന് ആ ബിസിനസ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇതെല്ലാം വിൽക്കേണ്ട വന്നു. ഈ കാറ് വീട്ടിൽ കിടന്ന 4-5 വണ്ടികൾ വിൽക്കേണ്ട വന്നു, ആ വീട് വിൽക്കേണ്ട വന്നു. ഈ സ്പെയർ പാർട്ട് ബിസിനസ് അല്ല, അത് കഴിഞ്ഞ് ഒത്തിരി പല ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാനും പറഞ്ഞ കൽക്കട്ടയിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും അംബാസഡർ കാറ് കോട്ടത്ത് കൊണ്ട് ഒത്തിരി എണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് 20 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ തകർച്ചയിൽ നമ്മുടെ വീട്ടിൽ കിടന്ന എല്ലാ വണ്ടിയും പോയി. ഒരു വാഗണാർ മാത്രമുണ്ട്. ഈ വാഗണാർ നമ്മുടെ വീട്ടിലെ പട്ടി കടിച്ച് അതിന്റെ ഷേപ്പ് എല്ലാം പോയിരിക്കുമായിരുന്നു. ആ വണ്ടി മാത്രം എടുക്കാൻ ആരുമില്ല. ആ തകർച്ച കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പപ്പ ഇങ്ങനെ എന്നോട് പറഞ്ഞത് 2000-ലാന്ന് തോന്നില്ല, 2002-ലാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് നീ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നിന്റെ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇത്ര ശതമാനം ഒരു സോളിഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ഇത്ര ശതമാനം ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ബാക്കി പൈസ അടിച്ച് പൊളിച്ച് കളയാവുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്സാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്തോളൂ. സിനിമയിൽ നഷ്ടമുണ്ട്. ഇപ്പം കഴിഞ്ഞ പടം ഒരു പെണ്ണും പൊറോട്ടും 7 കോടി രൂപ ചിലവായി. ആ സിനിമയിൽ നിന്ന് ഒന്നും വന്നില്ലെങ്കിൽ പോലും ആ സിനിമ കൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല എന്നുള്ള ധൈര്യം എനിക്കുണ്ട്.